സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക് നമ്മൾ രസകരമായി പഠിക്കുകയാണ്. പൊതുജനാരോഗ്യം, ബയോളജി, പബ്ലിക് ഹെൽത്ത്. നമുക്ക് PSC പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് കമ്പനി ബോർഡ്, LGS, BFA, ബിവറേജ് LD ഈ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് ലഭിക്കുന്ന ഒരു ക്ലാസ് ആണ്. എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾ നോക്കൂ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലത്തെ സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ മനോഹരമായ ചില കോഡുകളൊക്കെ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാലോ? അപ്പൊ സെറ്റ് അല്ലേ? ഒക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. രോഗങ്ങളും അവയുടെ വിശേഷണങ്ങളും പഠിക്കാം നമുക്ക്. പൊതുജനാരോഗ്യത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, അത് കാണുക. ഇതിന്റെ എല്ലാം PDF കിട്ടാൻ നമ്മുടെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കമന്റില് ടെലഗ്രാം ചാനൽ ലിങ്ക് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ലഭിക്കുക? നമ്മുടെ എല്ലാ വീഡിയോസും ലഭിക്കുക. ഇൻഫന്റൈൽ പാരാലിസിസ് അഥവാ പിള്ളവാതം വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇൻഫന്റ്, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് വിളിക്കാറ് അല്ലെ? അപ്പൊ നമുക്ക് ആ പേര് വെച്ചിട്ട് ഇൻഫന്റൈൽ പാരാലിസിസ് അതല്ലെങ്കിൽ പിള്ളേര്, ചെറിയ മക്കളെ പിള്ളേർ എന്നല്ല വിളിക്കാറ്. അപ്പൊ കൂട്ടുകാർക്ക് ആലോചിക്കാൻ പറ്റല്ലോ, പിള്ളേർക്ക് വരുന്ന അസുഖം അല്ലെ, അല്ലെങ്കിൽ ഇൻഫന്റ് കുഞ്ഞുങ്ങൾക്ക് വരുന്ന അസുഖം എന്ന് ആലോചിക്കുക. പോളിയോ. എന്താണ്? പോളിയോ. അപ്പൊ പോളിയോ കൊടുക്കാറില്ലേ കുഞ്ഞുങ്ങൾക്ക്? നമ്മൾ ചെറിയ പിള്ളേർക്കാണ് പോളിയോ കൊടുക്കാറ്, അതിപ്പോ ഓറൽ ആണെങ്കിലും അല്ലാതെയൊക്കെ. അപ്പൊ അതുകൊണ്ട് പിള്ളവാതം, ഇൻഫന്റൈൽ പാരാലിസിസ്, പോളിയോ ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. കോക്ക് രോഗം, വെളുത്ത പ്ലേഗ്. ഇവിടെ ഞാന് നിങ്ങൾക്ക് മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്ഷയം എന്നൊരു അസുഖം നമ്മൾ പറയാറില്ലേ, ക്ഷയിച്ചു പോയി, വളരെ ക്ഷീണിച്ചു പോയി, മെലിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ ക്ഷയിച്ചു പോയി, അല്ലെങ്കിൽ വയസ്സനായ ഒരു കൊക്കിനെ കണ്ട നിങ്ങൾ കോക്ക് എന്നുള്ളത് കൊക്കാക്കുന്നു. വെളുത്തത് എന്ന് പറഞ്ഞാൽ വെളുത്ത കളറിലാണല്ലോ കൊക്ക്. അപ്പൊ വെളുത്ത കൊക്ക് ഇതാ ക്ഷയിച്ചിരിക്കുകയാണ്. അപ്പൊ ക്ഷയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വെളുത്ത പ്ലേഗ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലേഗ് എന്നുള്ള രൂപത്തിൽ നമുക്ക് 3 എണ്ണം പഠിക്കാനുണ്ട്. കറുത്ത മരണം പഠിക്കാനുണ്ട്, വെളുത്ത പ്ലേഗ് പഠിക്കാനുണ്ട്, നാവികരുടെ പ്ലേഗ് പഠിക്കാനുണ്ട്. ശ്രദ്ധിക്കണേ പിള്ളേരെ. അപ്പൊ വെളുത്ത പ്ലേഗ് ക്ഷയം, വെളുത്തത് കോക്ക് എന്നുള്ളത് കൊക്കാക്കാം. അപ്പൊ ക്ഷയം കിട്ടും. ഇനി നോക്കൂ, കറുത്ത മരണം. ഇച്ചിരി സ്പീഡ് പറയും, നമുക്കിത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ വേണ്ടി കേട്ടോ. കറുത്ത മരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. പ്ലേഗ് ആണ് കറുത്ത മരണം, പ്ലേഗ് ആണ് കറുത്ത മരണം. അപ്പൊ പിള്ളവാതം, ഇൻഫന്റൈൽ പാരാലിസിസ്, കോക്ക് രോഗം, വെളുത്ത പ്ലേഗ് ക്ഷയം, കറുത്ത മരണം പ്ലേഗ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നാവികരുടെ പ്ലേഗ്, PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നാവികരുടെ പ്ലേഗ്. ഈ അടുത്ത കാലത്ത് PSC പരീക്ഷകൾ ഇത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ ഒക്കെ കൊടുത്തത്. ഇപ്പൊ പല്ലിന്റെ ഫോട്ടോ കണ്ടു നിങ്ങൾ, അവിടെ മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. ഇതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ സ്കെർവി, ഞാൻ മുമ്പ് പലപ്പോഴും നിങ്ങളെ പഠിപ്പിച്ചൊരു കോഡ് ഓർമ്മയില്ല നിങ്ങൾക്ക്? വൈറ്റമിന്റെ ക്ലാസ് ഒക്കെ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ഈ ചാനലിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും. ആ ക്ലാസ് ഒക്കെ കാണാത്തവർ കാണണേ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞൊരു ട്രിക്ക് ഓർമ്മയുണ്ടോ? മാലക്കണ്ണേ ബെറി ബെറി ബിയും സ്കർവീസിയും ഡി കണയും. ഒരു മുദ്രാവാക്യം പോലെ പറഞ്ഞു നോക്കുക. എന്താണ് മുദ്രാവാക്യം? മാലക്കണ്ണേ ബെറി ബെറി ബിയും സ്കർവീസിയും ഡി കണയും. കണ, റിക്കറ്റ്സ്, ഡി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ, റിക്കറ്റ്സ്. മാലക്കണ്ണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, മാലക്കണ്ണേ വൈറ്റമിൻ എയുടെ അപര്യാപ്ത മൂലം മാലക്കണ്ണ് അല്ലെ. ബെറി ബെറി ബിയുടെ അപര്യാപ്തത മൂലമാണ് വൈറ്റമിൻ ബി. ബെറി. ഇപ്പൊ മാലക്കണ്ണ്, ബെറി. സ്കർവി സി. ഇപ്പൊ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാവികരുടെ പ്ലേഗ് സ്കർവി, കറുത്ത മരണം പ്ലേഗ്, വെളുത്ത പ്ലേഗ് ക്ഷയം. കൃത്യമാണല്ലോ? യെസ്. അപ്പൊ നോക്കൂ, വീൽസ് ഡിസീസ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് വെക്കാം, അഥവാ ആരോടെങ്കിലും ഒക്കെ മറന്നു പോകുന്നവരുണ്ടെങ്കിൽ മാത്രം കോഡാക്കാം. ഒരു വീല്, ആ വീലിനുള്ളിൽ ഒരു ബ്ലാക്ക് കളറിൽ എലി ഇങ്ങനെ ഇരിക്കുക അല്ലെ. അപ്പൊ എലിയെ പിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഞോണ്ടി എടുക്കുക എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ തോണ്ടി എടുക്കുക എന്നൊക്കെ പറയല്ലേ. അപ്പൊ ആലോചിക്കുക, ഒരു വീലിനുള്ളിൽ വീൽസ്, അവിടെ ബ്ലാക്ക് എലി ഉണ്ട്. അപ്പൊ നമ്മൾ തോണ്ടി എടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ മക്കളെ 7 ദിവസം നിങ്ങൾക്ക് പനിക്കും കേട്ടോ. 7 ഡേ ആണ്. എലിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു പണി തന്നാൽ, അല്ലെങ്കിൽ എലിപ്പനി പിടിച്ചാൽ 7 ദിവസം പനിക്കും. അപ്പൊ വീൽസ് ഡിസീസ്, ബ്ലാക്ക് ജോണ്ടീസ്, 7 ഡേ ഫീവർ, എലിപ്പനി പഠിക്കാൻ പറ്റുമല്ലോ. വീൽസ് ഡിസീസ്, ബ്ലാക്ക് ജോണ്ടീസ്, 7 ഡേ ഫീവർ, എലിപ്പനി. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് മദ്രാസ് ഐ ആണ്. ഈ തമിഴന്മാർ അല്ലെങ്കിൽ മദ്രാസികൾ എന്ന് പറഞ്ഞ തമിഴന്മാർ ആലോചിക്കുക, അവരുടെ കണ്ണൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കട്ടെ. നല്ല ചുവന്ന കണ്ണായിരിക്കും അല്ലെ, ചെങ്കണ്ണ്. നല്ല ചുവന്ന കണ്ണാണ് തമിഴന്മാർക്ക്. മദ്രാസ് ഐ എന്ന് പറഞ്ഞാൽ ചെങ്കണ്ണാണ്, കോങ്കണ്ണല്ല കേട്ടോ. അതുപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന പല അസുഖങ്ങളുണ്ട്. ചെങ്കണ്ണ്,
ചെങ്കണ്ണ്, മദ്രാസ് ഐ. അപ്പോ ഇത് കൃത്യമായല്ലോ. ഈ പേജിലുള്ളത് കോക്ക് രോഗം, വെളുത്ത പ്ലേഗ് ക്ഷയമാണ്, കറുത്ത മരണം പ്ലേഗ് ആണ്, നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്, വീൽസ് വീലിന്റെ ഉള്ളില് അല്ലെ ബ്ലാക്ക് കളർ ഞാൻ തോണ്ടിയെടുക്കും, 7 ദിവസം പനിക്കും, വീൽസ് ഡിസീസ്, ബ്ലാക്ക് ജോണ്ടിസ്, 7 ഡേ ഫീവർ, എലിപ്പനി. മദ്രാസ് ഐ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കോങ്കണ്ണല്ല, ചെങ്കണ്ണ്. ഇനി നോക്കൂ, നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ നഞ്ച് കലക്കാന്നൊക്കെ കേട്ടുക. നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പല പരിപാടികളുണ്ട് തോട്ടിലൊക്കെ അല്ലെ. അപ്പൊ നമ്മുടെ ഒരു റിവർ, ആ റിവറിനകത്ത് ശ്രദ്ധിക്കണേ അമ്പാനെ, ഇവിടെ പോയി അതാ റിവറിനകത്ത് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ബ്ലൂ കളറിൽ, ഇപ്പൊ തുരിശ് കലക്കാലൊക്കെ ഉണ്ടാവില്ലേ ബ്ലൂ കളർ, ഇപ്പൊ ബ്ലൂ കളർ ഇങ്ങനെ കംപ്ലീറ്റ് മത്സ്യങ്ങൾ ഡെത്തായി കിടക്കാണ്. നോക്കുമ്പോൾ വിഷമാണ് അല്ലെ. പലപ്പോഴും നിങ്ങൾ ഈ ഫാക്ടറിക്ക് അടുത്തൊക്കെ ഉള്ള പുഴകളിലും അല്ലെ ചെറിയ അരുവികളിലും നദികളൊക്കെ കാണാം ഇത്തരത്തിലുള്ള വിഷാംശം വന്നിട്ട് മത്സ്യങ്ങൾ ചത്തുപോയത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ റിവർ, ബ്ലൂ ഡെത്ത്, വിഷൂചിക, അവിടെ മൊത്തം ആ ഒരു ആവാസ വ്യവസ്ഥ കുളമാകും. ആ ഒരു കുളമോ തോടോ ഒരു ജലാശയം അത് കുളമായി മാറും. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഈ റിവർ എന്തായി കുളമായി മാറി. കോളറ ഈ ഷർട്ടിന്റെ കോളറ അല്ല, കോളറ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് റിവറൈൻ രോഗം, ബ്ലൂ ഡെത്ത്, വിഷൂചിക. ബ്ലൂ കളർ എന്ന് കേൾക്കുമ്പോൾ വിഷം ആലോചിക്കുക. റിവറൈൻ രോഗം, ബ്ലൂ ഡെത്ത്, വിഷൂചിക എന്നൊക്കെയുള്ള വിശേഷണങ്ങള് കോളറയ്ക്കാണ്. പഠിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളാണ് ഇതെല്ലാം. ഞാൻ തന്നെ ഉണ്ടാക്കിയ ട്രിക്കുകളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, കോഡുകൾ. ഇപ്പൊ റിവറൈൻ രോഗം, ബ്ലൂ ഡെത്ത്, വിഷൂചിക, കോളറയാണ്. ഹാൻസൺസ് രോഗം, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കോഡൊക്കെ ആക്കുമ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇങ്ങനെ കോഡൊക്കെ ആക്കി ഇത് പഠിക്കുന്ന ഉപകാരപ്പെടുന്നവരുണ്ടാവുമല്ലോ. ഓക്കെ, ഹാൻസൺസ് രോഗം ഇത് പറയാൻ കാരണം നമ്മൾ പലപ്പോഴും കോഡുകളൊക്കെ പല സ്ഥലത്തും സ്വീകരിക്കും. ഈ കോഡുകളെല്ലാം ഞാൻ എൻ്റെ ഐഡിയക്ക് പറയുന്നതാണെങ്കിലും ഈ ഹാൻസൺസ് രോഗം ക്ലാസ് എടുക്കുന്ന വേളയിൽ നമ്മുടെ സെമീന ടീച്ചർ ഓർക്കുന്നുണ്ടോ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു നല്ലൊരു കോഡ് പറഞ്ഞ എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുമ്പോൾ ഓർത്ത് പറഞ്ഞത്. എന്ന് വെച്ചാൽ നല്ല ഹാൻസം ആയിട്ടുള്ള കൈ. ഇത് പറയുന്നത് ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല, പഠിക്കാൻ വേണ്ടി മാത്രം ആലോചിക്കട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ കുഷ്ഠം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കഷ്ടമാണ് അല്ലെ. ഈ ഹാൻസം നഷ്ടപ്പെട്ടു, ഈ ഒരു അവസ്ഥ. നല്ല ഹാൻസം ആയിട്ടുള്ള കൈയല്ല, നഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കുക. പഠിക്കാൻ വേണ്ടി മാത്രം പറയണേ. അപ്പൊ ഹാൻസൺസ്, നല്ല ഹാൻസം ആയിരിക്കുന്നത് അല്ലെ ഹാൻസം അല്ലാതെ ആവും കുഷ്ഠം വന്നാലെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഒരിക്കലും രോഗത്തെ വെച്ച് പറയല്ലേ, പഠിക്കാൻ വേണ്ടിയാണ്. ദെൻ ചതുപ്പ് രോഗം, അതുപോലെ ബ്ലാക്ക് വാട്ടർ ഫീവർ. നമുക്കറിയാം മലയിലൊക്കെ പോയി കഴിഞ്ഞാലേ മലമലൂയ തക തക മലമലൂയ ഒരു പാട്ടില്ലേ, പാട്ടിന്റെ വരികൾ എനിക്കറിയില്ല. അപ്പൊ മലയിലൊക്കെ പോകുമ്പോൾ എന്താണ്, ചതുപ്പ് നിലങ്ങളാണ്, അവിടെ കംപ്ലീറ്റ് ബ്ലാക്ക് വാട്ടർ ആയിരിക്കും. ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം, മലമ്പനിയാണ്. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ, മലമ്പനിയാണ്. ഇഷ്ടപ്പെട്ട് പഠിച്ചേ, ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ, മലമ്പനിയാണ്. ദെൻ തൊണ്ടമുള്ള്, ഡിഫ്തീരിയ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. തൊണ്ടമുള്ള്, ഡിഫ്തീരിയ. മക്കളെ, ഗ്രേവ്സ് രോഗം എന്താണ്? ഗ്ര എന്ന് കേൾക്കുമ്പോൾ ഗോയിറ്റർ അല്ലെ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്ന രോഗമാണ് ഗോയിറ്റർ. അപ്പൊ ഗോയിറ്റർ എന്ന് പറയുമ്പോൾ ഗ്രേവ്സ് രോഗമാണ്. തൊണ്ടമുള്ള്, ഡിഫ്തീരിയ, തെറ്റിക്കരുത്. തൊണ്ടമുള്ള്, ഡിഫ്തീരിയ, ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ടാ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആരട്ട് നോക്കാം. ഡിഫ്തീരിയ, തൊണ്ടമുള്ള്, ഡിഫ്തീരിയ, തൊണ്ടമുള്ള്. എന്നാൽ ഗ്രേവ്സ് രോഗം അഗാ വെച്ച് പിടിക്കുക, ഗോയിറ്റർ. ഗ്രേവ്സ് രോഗം, ഗോയിറ്റർ. അവിടെ ഗ്രേവ്സ് പറയുമ്പം ഗ്രിഡ്, സ്ലിം, നല്ല ഗ്രിഡ് പോലെ സ്ലിം ആയിട്ട് മാറുന്ന ആലോചിക്കുക. ഗ്രിഡ് പോലെ ഒന്നും അല്ല, ചുമ്മാ പറയാണ്. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് ആ ഗ്രിഡ്, പല ടൈപ്പ് ഗ്രിഡുകളൊക്കെ നിങ്ങൾ കണ്ടത്. ഇത് ഗ്രിഡ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ വേണ്ടി നല്ല സ്ലിം ആയി മെലിഞ്ഞ് അല്ലെ. നമ്മൾ ചില ക്യാൻസർ പേഷ്യന്റ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ മെലിഞ്ഞു പോകാറില്ല, അവർ കീമോ ഒക്കെ ചെയ്തിട്ട് അവർ എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെ ഇങ്ങനെ സ്ലിം ആയി പോകും, ഗ്രിഡ് പോലെ ആയി പോകുന്ന ആലോചിക്കുക. ഗ്രിഡ് രോഗം, സ്ലിം ഡിസീസ്, എയ്ഡ്സ് ആണ്. ഗ്രിഡ് രോഗം, സ്ലിം ഡിസീസ്, എയ്ഡ്സ് ആണ്. അവിടെ ഒരു നല്ല പോയിന്റ് ഉണ്ട്. 20-ാം നൂറ്റാണ്ടിലെ അസുഖം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. 20-ാം നൂറ്റാണ്ടിലെ അസുഖം, സിനിമയുടെ പേരല്ലേ. 20-ാം നൂറ്റാണ്ടിലെ അസുഖം എയ്ഡ്സ് ആണ്. ആർച്ചാര നൃത്ത രോഗം, പൂച്ചയാണ്. പൂച്ച സാറ്. നമ്മളിങ്ങനെ മീൻ മുറിക്കുമ്പോ അല്ലെ, ഇപ്പൊ മാതാക്കള് ഇപ്പൊ മീൻ മുറിക്കുമ്പോ അമ്മമാര് മീൻ മുറിക്കുന്ന മാതാവ് ഉണ്ടെങ്കിൽ അവിടെ പൂച്ചസാർ വന്ന് കുത്തിട്ട് പൂച്ചയുടെ സൗണ്ട് ഇങ്ങനൊന്നല്ല, തൽക്കാലം ഞാന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ വിളിക്കുക, മീനമാതാ രോഗം, മാർജാര നൃത്ത രോഗം. നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയാൽ മതി. അപ്പൊ പൂച്ച ഡാൻസ് കളിക്കുന്നു എന്ന് ഞാൻ തമാശ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടണം. മീനമാതാ രോഗം, മാർജാര നൃത്ത രോഗം. ഇത് പറയുമ്പോ ഞാൻ എന്തിനാണ് മീന ചേച്ചിയെ കൊടുത്തത്? മീനമാത എന്ന് കേൾക്കുമ്പോൾ മീനെ ആലോചിക്കുക. ഇവിടെ നല്ല ഫോട്ടോ ആണ്, നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കാൻ പറ്റുമോ? യൂട്യൂബിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കേ.
ഒരു നല്ല ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്, ഒരു പൊട്ടും വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ കുറിയിട്ട മീന ചേച്ചിയാണ് മീൻ മുറിക്കുമ്പോൾ ഈ പൂച്ച ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അപ്പൊ കുറി എന്ന് പറയാൻ കാരണം പിള്ളേരെ മെർക്കുറി. നമ്മൾ പല അസുഖങ്ങളും പല മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട് അല്ലെ. കാഡ്മിയം ഇത്തായി പഠിക്കാറുണ്ട്, മെർക്കുറി പഠിക്കാറുണ്ട്, മീനമാത. അങ്ങനെയാണെങ്കിൽ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ഒരു മൂലകമുണ്ട്. ആരാ പറയാ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്. മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ഈ പാത്രത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലൂ ആണത്. അൽഷിമേഴ്സ് അതുകൊണ്ട് വരും എന്നല്ല പറഞ്ഞത്, അതിന് കാരണമാകുന്ന ഒരു മൂലകം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മെർക്കുറി, മീനമാത രോഗം അല്ലെ. അതുപോലെ തന്നെ പ്ലംബിസം എന്ന് കേട്ടോ നിങ്ങൾ. പ്ലംബിസം ഈ അസുഖത്തെ കുറിച്ച് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. പ്ലംബിസം ഏത് മൂലകവുമായി ബന്ധപ്പെട്ട പ്ലംബിസം നിങ്ങൾ പഠിച്ചത്? അപ്പൊ ഇത്തായി എന്ന് പറയുന്ന രോഗം കാഡ്മിയം. ഇത്തായി കാഡ്മിയം ഞാൻ പറഞ്ഞു. ഇവിടെ എഴുതണോ? ഇത്തായി ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്ന അസുഖമാണ് കേട്ടോ. ഇത്തായി ഇതിങ്ങനെയാണോ എഴുതുക എന്ന് എനിക്കറിയില്ല. ഇത്തായി ഇതാണ് കാഡ്മിയം. ഓക്കെ, വേറെ ഉണ്ട് കേട്ടോ ഒരുപാടെണ്ണം, പെട്ടെന്ന് ഞാൻ മനസ്സിൽ വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അതുപോലെ അൽഷിമേഴ്സ് എന്താ നിങ്ങൾ കമന്റ് ചെയ്യുക. ബാക്കി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഇതുപോലെയുള്ള ചില മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വേറെയും പഠിക്കാം കേട്ടോ. നിശബ്ദനായ കാഴ്ച അപഹാരകൻ. നമ്മൾ അറിയാതെ നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് ഗ്ലൂക്കോമ. അപ്പൊ ഗ്ലൂക്കോമ എന്ന് കേൾക്കുമ്പോൾ നിശബ്ദനായ കാഴ്ച അപഹാരകൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. LGS-നൊക്കെ PYQ ആണ് ഗ്ലൂക്കോമ, നിശബ്ദനായ കാഴ്ച അപഹാരകൻ. എന്നാൽ നിശബ്ദനായ കൊലയാളി ആരെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ഒക്കെ വന്ന് മരണപ്പെട്ടു. കാരണം പ്രഷർ ഒരു വലിയ ഇഷ്യൂ ആണ്. അമിത രക്തസമ്മർദ്ദം, BP, നിശബ്ദനായ കൊലയാളിയാണ്. നിശബ്ദനായ കാഴ്ചാപഹാരകൻ ഗ്ലൂക്കോമയാണെങ്കിൽ നിശബ്ദനായ കൊലയാളി അമിത രക്തസമ്മർദ്ദമാണ്. അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ. സൈക്കിളില് നമ്മൾ ഒരു അരിവാള് ഒക്കെ എടുത്തിട്ട് പോവാന്ന് ആലോചിച്ചോ. സൈക്കിളോ അല്ലെ അരിവാളുടെ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുക്കായിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വയനാട്ടിലൊക്കെ കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ്, ജനിതക രോഗമാണ്. നമ്മൾ ഹീമോഫീലിയ ഒക്കെ പോലെ പഠിക്കുന്ന ഒരു അസുഖമാണ് അല്ലെ. ഈ ബ്ലഡില് ഈ പറയുന്ന ചുവന്ന രക്താണുക്കൾ, നമുക്കത് വിശദമായിട്ട് പിന്നീട് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിങ്ങനെ അരിവാള് പോലെ കാണപ്പെടുന്നു. അതിന്റെ ഒരു ഷേപ്പ് കണ്ടോ നിങ്ങൾ? അതാണ് സിക്കിൾ സെൽ അനീമിയ. അതിന്റെ ഒരു ഷേപ്പ് കണ്ടോ? ഇവിടെ 2 ഫോട്ടോ ഉണ്ട്, നോർമൽ ആയിട്ടുള്ള കണ്ടീഷനും മറ്റേത് ഇങ്ങനെ ഒരു വളഞ്ഞ. അപ്പൊ സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്ന് വിളിക്കുന്നു. ഉറക്ക രോഗം അഥവാ സ്ലീപ്പിംഗ് സിക്നസ്, ആഫ്രിക്കൻ ട്രിപ്പനസോ. ഇതിപ്പോ 2 ആളുകൾ ഇങ്ങനെ ഉറങ്ങുകയാണ്. ഇവർ ആക്ച്വലി എവിടെയുള്ളായിരുന്നു? ഇതിന്റെ ഒരു ജനൽ കണ്ടോ? ഈ ജനലിലൂടെ ഇങ്ങനെ ആഫ്രിക്കയിലൂടെ പോവാം. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണ്ട ഒരു പ്രദേശമാണ്. ആലോചിക്കാം അല്ലെ. വലിയ മനോഹരമായ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളൊന്നുമില്ല. മൃഗങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ആഫ്രിക്കയിൽ കൂടി നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്ന ആലോചിക്കാം. ആക്ച്വലി ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാനിപ്പോ ഒരു 1.5-2 മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു. അപ്പൊ കമ്പ്യൂട്ടറിന് മുമ്പിൽ. നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജെന്യുവനായിട്ടൊരു കാര്യം പറയാം. ക്ലാസ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് ശക്തമായ മഴ, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ലൈറ്റ് ഒക്കെ ഓൺ ആണല്ലോ, അവിടെ ഇങ്ങനെ ഇരുന്നു. കുറച്ചു നേരം ഇരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉറക്ക രോഗം ആഫ്രിക്കയിൽ പോയാൽ മാത്രമല്ല, അല്ലാതെയും നിങ്ങൾ പുസ്തകം തുറന്നു വെച്ചാൽ ഉറങ്ങാറുണ്ട്. എന്റെ ക്ലാസ് കണ്ട് നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇപ്പൊ ഉറങ്ങി, ജസ്റ്റ് അതിന് ശേഷമാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെതായ പ്രശ്നമുണ്ടോ ക്ലാസ്സിൽ? ഇല്ലല്ലേ. അപ്പൊ ഉറക്ക രോഗം, സ്ലീപ്പിംഗ് സിക്നസ്. ഇനി നിങ്ങൾ മറക്കൂല, ആഫ്രിക്കൻ ട്രിപ്പനസോ, കുതിരസന്നി, ടെറ്റനസ്. നോക്കൂ, ടെറ്റനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോക്ക് ജോ ഡിസീസ് അല്ലെ. അവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോക്ക് ജോ ഡിസീസ് എന്താണ്? കുതിരസന്നി, കുതിര. പ്രത്യേകം ശ്രദ്ധിക്കണം, സന്നിപാത ജ്വരം, കുതിരസന്നി രണ്ടും രണ്ടാണ്. സന്നിപാത ജ്വരം ടൈഫോയിഡ് ആണ്. എന്നാൽ കുതിരസന്നിയോ അത് ടെറ്റനസ് ആണ്. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കുതിരേന്റെ പുറത്ത് കയറാൻ വേണ്ടി ഭയങ്കര ടൈറ്റ് പാൻറ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസാ. അങ്ങനെ ആലോചിച്ചേ, നല്ല ടൈറ്റ് പാൻറ് ഒക്കെ ഇട്ട് കുതിരേന്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ ഉഷാറാണ് അല്ലേ. അപ്പം ലോക്ക് ജോ എന്തെയും കീറിപ്പോന്ന് ആലോചിച്ചേ. ഏത് ലോക്കാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ലോക്ക് ജോ, കുതിരസന്നി, ടെറ്റനസ്, അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിൽക്കും കേട്ടോ. ഇനി എൻട്രിക് ഫീവർ. നിങ്ങൾ നേരത്തെ 7 ഡേ ഫീവർ പറഞ്ഞു, എലിപ്പനി. അങ്ങനെയാണെങ്കിൽ എൻട്രിക് ഫീവറും സന്നിപാത ജ്വരവും ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് ഏത് അവയവത്തെ ബാധിക്കുന്ന അസുഖമാണ്? പിള്ളേരെ നിങ്ങൾക്കൊക്കെ അറിയാൻ എനിക്കറിയാം. അറിയുന്ന ഒരു കമന്റ് ചെയ്തേ. എപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു പോകാലോ. PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ടൈഫോയിഡ്. എവിടെയാണ്? കുടലിനെ ബാധിക്കുന്ന അസുഖമാണ് ടൈഫോയിഡ് കേട്ടോ.
അങ്ങനെയാണെങ്കിൽ കഫം എന്ന് പറയുന്നത് നമുക്കറിയാം ചെസ്റ്റിൽ ന്യൂമോണിയ എന്നൊക്കെ നമ്മൾ പറയാറില്ല, ന്യൂമോണിയ അധികമായി എന്നൊക്കെ പറയും. അപ്പൊ കഫവാത ജ്വരമാണ് ന്യൂമോണിയ. ഡാൻഡി ഫീവർ, ഡാൻഡി എന്ന പേര് കേൾക്കുമ്പോൾ ഡെങ്കി, ഇപ്പൊ ഡാൻഡി ഫീവർ. ബ്രേക്ക് ബോൺ ഫീവർ, ആലോചിക്കുക ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ, ഡിങ്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ബോണിലെ ബോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ല്, അപ്പൊ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലൊക്കെ ഇങ്ങനെ ഇടിച്ച് ശരിയാക്കാൻ പറ്റുന്ന ഡിങ്കൻ, വില്ലാളി വീരൻ അവൻ ഡിങ്കൻ അല്ലെ. അപ്പൊ ഡിങ്കൻ കളിക്കുമ്പോൾ ഡെങ്കിപ്പനി, ഡാൻഡി ഫീവർ അല്ലെങ്കിൽ ബ്രേക്ക് ബോൺ ഫീവർ, ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി പഠിച്ചു വെക്കണേ. 7 ഡേ ഫീവർ എലിപ്പനി, എൻട്രിക് ഫീവർ ടൈഫോയിഡ്, എൻട്രിക് ഫീവർ ടൈഫോയിഡ്. ദെൻ കില്ലർ ന്യൂമോണിയ എന്താന്ന് വെച്ചാൽ സാർസ് ആണ്. ബൈ ഹാർട്ട് പഠിക്കുക. നേരത്തെ പറഞ്ഞു കഫവാത ജ്വരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ന്യൂമോണിയ ആണ്. കഫം അല്ലെ, നല്ല കഫക്കെട്ടൊക്കെ നമുക്ക് അധികം കഴിഞ്ഞാൽ ന്യൂമോണിയ ആയിട്ട് മാറും. എന്നാൽ സാർസ് എന്ന് പറഞ്ഞ നികരം ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അസുഖമാണ്. കില്ലർ ന്യൂമോണിയ എന്നാണ് സാർസ് വിളിക്കുക. കില്ലർ ന്യൂമോണിയ സാർസ്, കില്ലർ ന്യൂമോണിയ സാർസ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഷെയ്ക്കിംഗ് പൾസി, നിങ്ങൾക്കറിയാം പാർക്കിൻസൺ എന്ന് പറയുന്ന അസുഖം നമ്മൾ പലരെയും പല പ്രമുഖരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അവസാന സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു വിറയ്ക്കുന്ന ഒരു അസുഖം കയ്യിലൊക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് ഓപ്ഷൻ വന്നാൽ കിട്ടും. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും, പാർക്കിൻസൺസ് ദിനം നമ്മൾ പഠിച്ചിരുന്നു. എന്നാണ് ലോക പാർക്കിൻസൺസ് ദിനം? ഒന്ന് കമന്റ് ചെയ്തേ. ഞാനൊരു ട്രിക്കും കോഡും പറഞ്ഞിരുന്നു, ആ കോഡും ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യണം. ഇപ്പൊ ഷെയ്ക്കിംഗ് പൾസി, പാർക്കിൻസൺസ്. അവസാനമായിട്ട് രസകരമായ ചില വിശേഷണങ്ങളാണ്. ഈജിപ്ഷ്യൻ ഒഫ്താൽമിയ, ട്രക്കോമ എന്ന അസുഖം എവിടെ ബാധിക്കുന്ന നിങ്ങൾക്കറിയാം, കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ട്രക്കോമ. ബോട്ട് ട്രക്കോമയിൽ എലി, നമ്മുടെ കോഡ് ഓർമ്മ കിട്ടുന്നുണ്ടോ? ബാക്ടീരിയ രോഗങ്ങൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലേ. അപ്പൊ ഈജിപ്ഷ്യൻ ഒഫ്താൽമിയ, ഈജിപ്ഷ്യൻ ഒഫ്താൽമിയ ട്രക്കോമ. വൂൾ സോൾട്ടേഴ്സ് ഡിസീസ്, വൂൾ സോൾട്ടേഴ്സ് ഡിസീസ്, വൂൾ സോൾട്ടേഴ്സ് ഡിസീസ്. ആന്തറാക്സ്, ആന്തറാക്സ് കുന്തറാക്സ് ഒക്കെ മമ്മൂട്ടി പറഞ്ഞ രാജമാണിക്കുന്നല്ലേ. അപ്പൊ വൂൾ സോൾട്ടേഴ്സ് ഡിസീസ്, ആന്ത്രാക്സ്. വിശപ്പിന്റെ രോഗം നിങ്ങൾക്കൊക്കെ ഉണ്ടാതല്ലേ, നിങ്ങൾക്കൊക്കെ ഉള്ള അസുഖം ഉണ്ടാതല്ല, ഇത് മരാസ്മസ് ആണ്. ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ്. നമുക്കറിയാം ഈ ലോകത്ത്, എന്റെ പിറകിൽ നിങ്ങൾ ഫോട്ടോ കണ്ടില്ലേ, ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും അല്ലെ. നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാടോ. മരാസ്മസ് എന്ന അസുഖത്തിലെ ഈ ലോകത്തുണ്ട്. വിശപ്പിന്റെ രോഗം എന്ന് വിളിക്കുകയാണ്. റിച്ച് മാൻ, എന്നാൽ പണക്കാരെ കുറിച്ച് ആലോചിക്കുക അല്ലെ. റിച്ച് മാൻ ഡിസീസ് ഗൗട്ട് അല്ലെ, ഗൗണൊക്കെ ഇടുക, ആലോചിക്കുക ഗൗണൊക്കെ ഇടുക റിച്ച് മാൻ ആണ് അല്ലെ. അപ്പൊ വിശപ്പിന്റെ രോഗം മരാസ്മസ് ആണ്. അത് ഞാൻ കോഡൊന്നും ആക്കുന്നില്ല, മരാസ്മസ് നിങ്ങൾക്ക് കിട്ടും. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് മരാസ്മസ്. 5-ാം പനി, 5 ദിവസവും നിങ്ങൾ നല്ല മീൽസ് കഴിക്കാറൊക്കെ. മീസിൽസ്, 5-ാം പനി, 5 ദിവസവും മീൽസ്, മീസിൽസ് പഠിച്ചു വെക്കുക. 5 ദിവസവും, 5 ദിവസം പനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5 ദിവസം നല്ല മീൽസ് ഒക്കെ ഒഴിവാക്കണം. ആലോചിക്കുക, 5 ദിവസം പനിച്ചു കഴിഞ്ഞാൽ മീൽസ് ഒഴിവാക്കണം. 5 ദിവസം പനിച്ചു കഴിഞ്ഞാൽ മീൽസ് കഞ്ഞി എന്നെ കുടിക്കാനാവില്ല പിന്നെ അല്ലേ. അപ്പൊ 5-ാം പനി മീസിൽസ്. എന്നാൽ ജർമ്മൻ മീസിൽസ്, ഇത് രണ്ടും നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത, ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. എന്നാൽ ജർമ്മൻ മീസിൽസ് എന്ന് വെച്ചാൽ റുബെല്ലയാണ്. റുബെല്ല. ജർമ്മനിയിലൊക്കെ ഈ മീൽസ് കഴിക്കണമെങ്കിൽ നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ ബെല്ലടിക്കണം. മീൽസ് റെഡി എന്ന് പറഞ്ഞിട്ട് ആലോചിക്കുക കേട്ടോ. നമ്മളിപ്പോ അമ്മ വിളിക്കില്ലേ, മോളെ പോരി, മോനെ പോരി എന്നൊക്കെ. ജർമ്മനിലൊക്കെ ബെല്ലടിക്കുക, റൂമിന്റെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ആ മീൽസ് റെഡി. അപ്പൊ ജർമ്മൻ മീസിൽസ്, റുബെല്ല. റൂമിൽ ബെല്ലടിക്കണം, ജർമ്മനി ആലോചിക്കുക. ജർമ്മൻ മീൽസ് ആലോചിക്കുക, ജർമ്മൻ മീസിൽസ്, റുബെല്ല, റുബെല്ല. 5-ാം പനി മീസിൽസ്. അങ്ങനെയാണെങ്കിൽ പറങ്കിപ്പുണ്ണ്, സിഫിലിസ് ആണ്. സിഫിലിസ്, പറങ്കിപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. ഒരു ലൈംഗിക അസുഖമാണ് സിഫിലിസ്, പഠിച്ചു വെച്ചേക്കുക. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, ഒറ്റ വാക്കാണ്. ഭ്രാന്തി പശു രോഗം, റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മതി, കിട്ടും. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, ഭ്രാന്തി പശു കേട്ടോ. സ്പോഞ്ചിന്റെ മുകളിൽ നല്ല ഫോമായിട്ട് സ്പോഞ്ചൊക്കെ ഇങ്ങനെ പറിച്ചു കീറുന്ന ഏതൊരു സിനിമയിലൊക്കെ ഉണ്ടല്ലേ, എന്താ പറയാ, അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നില്ലേ, സിനിമക്ക് ഓർമ്മ കമന്റ് ചെയ്യും. അപ്പൊ ആലോചിക്കുക, ഒരു ബൊമ്മയും അല്ലെങ്കിൽ വൈനൊക്കെ കുടിച്ച് അല്ലെങ്കിൽ സ്പോഞ്ചൊക്കെ ഇങ്ങനെ പറിച്ചെറിഞ്ഞ് വൈൻ സ്പോഞ്ച് നല്ല ഫോമിൽ നടന്നു കഴിഞ്ഞാൽ നല്ല ഭ്രാന്തെന്ന് പറയും ആളുകൾ. ഇപ്പൊ ഭ്രാന്തി പശു, ഭ്രാന്തി പശു രോഗം, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ഇപ്പം സ്പോഞ്ച് ആലോചിക്കുക, ഭ്രാന്തി പശു രോഗം. ഇനി ഞാൻ നിങ്ങളോടൊരു 3 ചോദ്യം ചോദിക്കും. അത് സ്ക്രീനിലുണ്ട് ആ ചോദ്യങ്ങള്. ഒന്നാമത്തെ ചോദ്യം, കരിമ്പനി എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? PYQ ആണ്. 2 പേരുണ്ട് അതിന്, രണ്ടും അറിയുന്നവർ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ എവിടെ പോയി? ക്വസ്റ്റ്യൻ നമ്പർ 1, കരിമ്പനി എന്നറിയപ്പെടുന്ന ഏത് രോഗമാണ്? ജസ്റ്റ് ഒന്ന് കമന്റ് നിങ്ങൾ ചെക്ക് ചെയ്തത്, എന്തായാലും നമ്മുടെ പിള്ളേർ കമന്റ് ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ കാണുന്ന കൂട്ടത്തിൽ ഒരു അസുഖത്തിന്റെ പേരാണ് മലയാളത്തിൽ അടപ്പൻ.
മലയാളത്തിൽ അടപ്പൻ എന്ന് പറയുന്ന അടപ്രഥമനല്ല കേട്ടോ, അപ്പനും അല്ല, അടപ്പൻ. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ ഈ അസുഖം? ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ ഇങ്ങനെ അരിച്ചു വെറുക്കുമ്പോൾ ഇത് കാണില്ല എന്ന് എന്റെ വിശ്വാസം. മലയാളത്തിൽ അടപ്പൻ ഏതെങ്കിലും റാങ്ക് ഫയൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇല്ലാതാണ് എന്റെ വിശ്വാസം. ഞാനൊരു 4-5-6 റാങ്ക് ഫയലൊക്കെ ഞാൻ നോക്കി കണ്ടില്ല. മലയാളത്തിൽ അടപ്പൻ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കരിമ്പനി എന്നറിയപ്പെടുന്ന ഏത് രോഗമാണ്? മൂന്നാമത്തെ അസുഖം ഇവിടെ ഞാൻ മരാസ്മസ് പറഞ്ഞു. ക്വാഷിയോർക്കർ. കാശുള്ള ആളുകൾക്ക് ഈ സാധനം വാങ്ങാൻ കിട്ടും എളുപ്പം. ജിമ്മിലൊക്കെ പോകുന്നവർ ഇത് ഉപയോഗിക്കും, മാക്സിമം ഉപയോഗിക്കും. പക്ഷെ ക്യാഷ് ഇല്ലാത്തവർക്കുള്ള അപ്പൊ കാഷിയോർക്കർ എന്നറിയാം. പഠിക്കാൻ വേണ്ടി പറയാം കേട്ടോ. അസുഖത്തിന്റെ പേരാണ് ക്വാഷിയോർക്കർ. ക്വാഷിയോർക്കർ എന്ന അസുഖം എന്തിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ കുറവ് മൂലമാണ് ക്വാഷിയോർക്കർ ഉണ്ടാകുക? 2 കുഞ്ഞുങ്ങളെ ഫോട്ടോ ഉണ്ട്. ഒന്ന് മരാസ്മസ് വന്ന കുട്ടിയാണ്. ഈ വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കും. ക്വാഷിയോർക്കർ മുമ്പത്തെ SC ആർഡിലൊക്കെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ 3 അസുഖങ്ങള് ചോദ്യങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾ കമന്റ് ചെക്ക് ചെയ്യും. നന്നായിട്ട് ഇത് പഠിക്കും. ഈ കോഡുകളൊക്കെ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.